ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ മോളുടെ 5ാമത്തെ ബർത്ത്ഡേന്റെ ചെറിയൊരു സെലിബ്രേഷന്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അടുത്തുള്ള ഫാമിലി ഫ്രണ്ട്സും മാത്രം പങ്കെടുത്തൊരു പരിപാടിയായിരുന്നേ. അമ്മ ഇതാ പാചകത്തിന്റെ തിരക്കിലാണ്, ബിരിയാണി ഉണ്ടാക്കുവാണ് കേട്ടോ. ചെറിയ പരിപാടി ആയതുകൊണ്ട് തന്നെ അമ്മ തന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. രാത്രിയാണ് കേട്ടോ പരിപാടി വെച്ചിരുന്നത്. അപ്പൊ എല്ലാവർക്കും സൗകര്യമായിട്ട് വരാലോ. ഞങ്ങളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും. ഇതാ നിൽക്കുന്നത് ഇവിടുത്തെ അച്ഛന്റെ പെങ്ങളാണ് കേട്ടോ. എല്ലാരും പാചകത്തിന്റെ തിരക്കിലാണ്. മെയിൻ ഷെഫ് അമ്മയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതാ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഇത് അമ്മേന്റെ അനിയത്തിയാണ് കേട്ടോ ഇവിടുത്തെ. ഇത് അനിയത്തിന്റെ മോളാണ്. ഞാനൊരു മുന്നേ ഉള്ള ഒരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആമീന്റെ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിന്ന ഒരാളും കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് മുന്നേ ഓർഡർ ചെയ്ത് വെച്ചൊരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടാണ് അവള് വന്നത്. ഇനി എന്റെ ക്യാമറാമാൻ എന്റെ അനിയത്തി കേട്ടോ. നടക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഷോ കാണിച്ച് നടന്നു പോകുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. സിറ്റൗട്ടിലെ കാഴ്ചയാണ് കേട്ടോ ഇത്. ആളുകളെല്ലാം എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് അവള് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണുവാണ് കേട്ടോ എല്ലാരും കൂടി. വയനാട്ടിൽ നിന്ന് വന്ന ഗിഫ്റ്റ് ആണ് ഇത്. നല്ല പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ പൊട്ടിക്കാൻ നന്നായിട്ട് പാടുപെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ ഗിഫ്റ്റ്. ആനയുടെ നെറ്റിപ്പട്ടത്തിലൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്തിട്ട് അവളെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള. അങ്ങനെ വന്നവരൊക്കെ ചായയൊക്കെ കുടിക്കുവാണ്. ഇത് എന്റെ അമ്മയും അനിയത്തിന്റെ മോനുമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോഴല്ലേ എല്ലാരും ഒത്തുകൂടാറുള്ളത്. അതുകൊണ്ട് എല്ലാരും കൂടി വിശേഷങ്ങളൊക്കെ പറയുവാണ് കേട്ടോ ഇരുന്നിട്ട്. നൈറ്റി ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ അച്ഛന്റെ പെങ്ങളാണ് കേട്ടോ. കോമഡിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ആമിക്ക് ബർത്ത്ഡേ ആയതുകൊണ്ടാണോ അതോ എല്ലാരെയും കൂടി കണ്ടപ്പോഴാണോ എന്ന് അറിയത്തില്ല, ഭയങ്കര കുരുത്തക്കേടും കളിയൊക്കെയാണ്. പിന്നെ അവർക്ക് ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് പിന്നെ കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ അടുക്കളയിലോട്ടൊന്ന് പോയിട്ടോ. അതാ ബിരിയാണിന്റെ സാധനങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ ഇതാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ ആമീന്റെ പേരിൽ പായസം കഴിപ്പിച്ചതിന്റെ പ്രസാദമൊക്കെ കൊടുക്കുവാണ് കേട്ടോ ഹസ്ബൻഡ്. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് കേട്ടോ ഇവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ ഇവര് പൊട്ടിച്ചു നോക്കുവാണ്. ആമിക്ക് പിന്നെ അതൊന്നും കണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നതൊക്കെ കൊടുക്കുവാണ്. ഇതാണ് കേട്ടോ ആമീന്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവുട്ടി. അവര് ഒരേ ഏജ് ആണ്, ഒരേ സ്കൂളിലാണ്, ഒരേ ക്ലാസ്സിലാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആമിക്ക് പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് കണ്ടാലേ സമാധാനം ആവുന്നുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ പൊട്ടിച്ചു നോക്കുവാണ് കേട്ടോ. നിൽക്കുന്നതാണ് കേട്ടോ എന്റെ ഒരേ ഒരു അനിയത്തി. ഞാൻ ഫോണും കൊണ്ട് വരുന്ന കണ്ടിട്ട് എന്തോ കോമഡി പറയുകയാണേ ദേവിയേച്ചി. അതിനിടയ്ക്ക് അമ്മ ബിരിയാണിന്റെ ഫൈനൽ ടച്ചപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കുട്ടേട്ട, ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ളതാണേ. അപ്പോഴേക്ക് കേക്കൊക്കെ മുറിക്കാനുള്ള പരിപാടിയിൽ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ ദീപ. കുറെ ആൾക്കാർ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേറെ വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കേക്കൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. കുറച്ച് ആൾക്കാർ സിറ്റൗട്ടിൽ നിന്ന് വർത്താനം പറയുന്നതുണ്ട് കേട്ടോ. കുറച്ച് ഫ്രണ്ട്സും അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരും ഒക്കെയാണ് കേട്ടോ ഇത്. അങ്ങനെ കേക്ക് മുറിക്കാൻ സമയമായപ്പോഴത്തേക്ക് ഫോൺ വേറൊരാളെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ടാട്ടോ ഞാൻ പോയത്. പക്ഷെ ക്യാമറമാൻ ചതിച്ചു ഗൈസ്. ഫോൺ തിരിച്ചു വെച്ചാണ് കേട്ടോ വീഡിയോ എടുത്തത്. അതാണ് വീഡിയോ ഇതുപോലെ കാണുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ കേട്ടോ. അങ്ങനെ കേക്ക് മുറിക്കാൻ സമയമായപ്പോഴത്തേക്ക് എല്ലാരും ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആമിക്ക് 5 വയസ്സായെന്ന് വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല കേട്ടോ. ഇന്നലെ ഞങ്ങളുടെ കൈ കിട്ടിയതുപോലെ ഉണ്ട് അവളെ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അവളെ ഫ്രണ്ടും കൂടിയാണ് കട്ട് ചെയ്തത്. അങ്ങനെ ഹസ്ബൻഡ് അവളുടെ വായിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേക്ക്. അവള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവളെ ഒരു പരിപാടിയെന്ന് നമുക്ക് അറിയാലോ. അങ്ങനെ അവള് ദേവുവിനൊക്കെ കേക്ക് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ അവള് അനിയത്തിന്റെ മോനൊക്കെ കൊണ്ടുവന്ന് കേക്ക് കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ അവക്ക് കേക്ക് കൊടുക്കും, അവൾ അങ്ങോട്ട് കേക്ക് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്റെ ആപ്പന്റെ മോളാണ് കേട്ടോ. എന്റെ ഒരു മുന്നത്തെ വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാടൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വീഡിയോക്ക് ഭയങ്കര ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ ഞാൻ എല്ലാവർക്കും കേക്കൊക്കെ പ്ലേറ്റിലാക്കി കൊണ്ടു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കുവാന്നേ. ഇതൊക്കെ സബനേട്ടന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഹസ്ബൻഡിന്റെ. അടുത്തത് നമ്മള് ഫുഡിന്റെ പരിപാടിയിലേക്ക് കടക്കുവാണ് കേട്ടോ. കുട്ടി പിള്ളേർക്കൊക്കെ ആദ്യമായി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കഴിച്ച് മാറിയിട്ട് വേണം കേട്ടോ വലിയവർക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്. അങ്ങനെ ആമിക്ക് സർപ്രൈസ് കൊടുക്കാൻ വെച്ച സാധനം എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പൊ ഫുഡ് കഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു അമ്മ. ഇങ്ങനെ രാത്രി എല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കഥകളും ഒക്കെ പറഞ്ഞിട്ടിരുന്നിട്ട്. അതിനിടയ്ക്ക് ദേവിയേച്ചി എന്തോ കോമഡിയും പറഞ്ഞ് വരുന്ന വരുത്താണ് കേട്ടോ അത്. അങ്ങനെ ആമി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ ഞാനും ഹസ്ബൻഡും കൂടി ഗിഫ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടോ. 2-3 ദിവസമായി അവളെ കാണാണ്ട് വെച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ മുകളിലത്തെ റൂമില്. ഈ സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അവൾ ഒരുപാട് നാളായിട്ട് ചോദിച്ചോണ്ടിരുന്ന കാര്യമാണ് കേട്ടോ അത്. അന്നൊന്നും ഞങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കിട്ടിയപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ. സൂപ്പർ എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ബാക്കിയുള്ള സെക്ഷനിലുള്ള ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുവാണ് കേട്ടോ. ഇതൊക്കെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഞാൻ വീഡിയോയും കൊണ്ടുവരുന്ന കണ്ടിട്ട് ഓരോന്ന് കമന്റ് പറയുവാന്നേ എല്ലാരും. ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചധികം പണി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ അടിച്ചുവാരലോട് കൂടി ഞങ്ങളുടെ 5ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിച്ചിരിക്കുകയാണ്.